ഹലോ മർഹബ. ഇന്നൊരു യാത്ര പോകട്ടോ. എവിടേക്കാന്നല്ലേ, ഇവിടെ ഖത്തർ നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് ഇവിടെ എക്സിബിഷൻ സെൻറ്റർ നടക്കുന്നുണ്ട്. ഇവർ ദർബസായി എന്ന് പറയും. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പോവാണ്. കൂടാതെ ഇത് എൻ്റെ ഓൺ വോയിസിലുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും കൂടെ ഉണ്ടാവണേ. അങ്ങനെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുമ്പോട്ട് നടക്കുവാണ്. കുറേ കുതിരകളെ കണ്ടു, വരിയായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പക്ഷേ അത് പബ്ലിക് റൈഡേഴ്സിന് അലൗഡ് അല്ല. അത് അവരുടെ ട്രെയിൻഡ് സ്റ്റാഫ് മാത്രമാണ് അത് റൈഡ് ചെയ്യുന്നത്. അങ്ങനെ അതും കണ്ട് മുമ്പോട്ട് നീങ്ങിയപ്പോട്ടോ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയുണ്ട്. ഖത്തറിൻ്റെ ഒരു പഴയ കലാരൂപമാണ്. കൊച്ചു കുട്ടികൾ വരുന്നുണ്ട് ഇതിൽ. അവർ വാളൊക്കെ പിടിച്ച് ഒരു പ്രത്യേക സ്റ്റെപ്പൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഇതിനോട് ചേർന്ന് തന്നെ ഒരു പൂൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. നിറയെ മീനുകളുണ്ട്. ടാർപോളിങ് എല്ലാം വിരിച്ച് താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയൊരു പൂളാണ്. അതിനോട് ചേർന്ന് കുട്ടികളൊക്കെ അവിടെ കളികളിലെല്ലാം മുഴുകിയിട്ടുണ്ട്. ഇത് നോക്കി നിൽക്കുമ്പോഴാണ് സെക്യൂരിറ്റി വന്ന് പറഞ്ഞത് കുറച്ചപ്പുറത്ത് ക്യാമൽ റൈഡ് നടക്കുന്നുണ്ടെന്ന്. എന്നാൽ പിന്നെ നമുക്കൊന്ന് കയറില്ലെന്ന് വിചാരിച്ചു, വെച്ച് പിടിച്ചു. പക്ഷേ അവിടെ എത്തിയപ്പോഴൊക്കെ റൈഡൊക്കെ അവസാനിപ്പിച്ച് ക്യാമറകളൊക്കെ പിന്നാമ്പുറം കാണിച്ച് നടന്നു പോകുന്നതാണ് കാണാൻ പറ്റിയത്. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി തിരിഞ്ഞു നടന്നു. അങ്ങനെ മുമ്പോട്ട് നടക്കുമ്പോഴാണ് നല്ലൊരു കാഴ്ച ഉണ്ട് കേട്ടോ. പഴയൊരു വണ്ടി, 40കളിലും 50കളിലും നിർമ്മിച്ച പഴയൊരു വണ്ടിയാണ്. ഇത് ഉപയോഗിച്ചിരുന്നത് ഖത്തർ രാജാവായ അബ്ദുള്ള രാജാവാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. അതിനടുത്തുള്ള ബിൽഡിങ്ങിലെ കാഴ്ചകൾ എന്താണെന്നറിയോ? പണ്ട് കാലത്ത് ഖത്തറുകളൊക്കെ ഉപയോഗിച്ചിരുന്ന വേഷവിധാനങ്ങളും അവരുടെ ഉപകരണങ്ങളും, അതുപോലെ തന്നെ അവർ വേട്ടയാടാനൊക്കെ ഉപയോഗിച്ചിരുന്ന തോക്കുകൾ, വാളുകൾ, പിന്നെ അവർ ചായ ഗഹ്വൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും എല്ലാം സന്ദർശകർക്ക് കാണാൻ രീതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്ത് പണ്ട് കാലത്തെ രാജ്ഞിമാരും അവരുടെ തോഴിമാരും അവരുപയോഗിച്ചിരുന്ന ഡ്രസ്സുകളും, അതുപോലെ തന്നെ അവരുപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, അവരുടെ റൂമുകൾ എല്ലാം അതുപോലെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് വീട്ടിലെ ഏറ്റവും മുതിർന്ന സ്ത്രീകളുടെ റൂം കേട്ടോ. പണ്ട് കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും അതുപോലെ തന്നെ അവരുടെ വേഷവിധാനങ്ങളും കട്ടിലുകളും ഒക്കെ ഇവിടെയും സജ്ജീകരിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് മുതിർന്ന സ്ത്രീകളായിരുന്നു ഇതുപോലെ മുഖം മറച്ചിരുന്നത്. അങ്ങനെ ഈ കാഴ്ചകളെ കണ്ട് തൊട്ടപ്പുറത്ത് റൂമിൽ പോയപ്പോഴാണ് അവിടെ ടീച്ചറും കുട്ടികളും ഇരിക്കുന്നത് കണ്ട്. പണ്ട് എങ്ങനെയാണോ ഖുർആൻ പഠിപ്പിച്ചിരുന്നത് അതുപോലെ ഇപ്പോഴും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് വരുന്നവർക്ക് കാണാനായിട്ട്. ഇതാണ് അവരുടെ കിച്ചൺ കേട്ടോ. ആ തൂക്കിയിട്ടിരിക്കുന്നതാണ് പണ്ട് കാലത്ത് വെണ്ണയൊക്കെ അവർ സൂക്ഷിച്ച് വെച്ചിരുന്ന പാത്രമാണെന്ന് പറഞ്ഞ്. നിങ്ങൾ ഈ അറകൾ കണ്ടോ? പണ്ട് കാലത്ത് ഈന്തപ്പഴമെല്ലാം ആ കാണുന്ന ഉപകരണങ്ങൾ കൊണ്ട് അവർ ഇടിച്ച് അമർത്തി സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലമാണത്. പിന്നെ നമ്മുടെ വീട്ടിലേക്കുള്ള പോലെ സാധാരണ ഒരു കിണറുണ്ട്. ഇത് ഒറിജിനലല്ല. ഇതാണ് അവർ ധാന്യങ്ങളൊക്കെ പൊടിച്ചിരുന്ന കല്ല് കൊണ്ടുള്ളൊരു ഉപകരണം കേട്ടോ ഇത്. അങ്ങനെ അകത്തെ കാഴ്ചകൾ കണ്ട് പുറത്തിറങ്ങിയപ്പോഴാണ് കുട്ടികളുടെ വേറൊരു കലാരൂപം കണ്ടത് കേട്ടോ. സംഭവം ഒന്നും കത്തിയില്ലെങ്കിലും കുറേ നേരം അതിൽ നോക്കിയിരുന്നു, കുറച്ച് വീഡിയോ എല്ലാം പിടിച്ചു. അപ്പുറത്തോട്ട് നടന്നപ്പോഴത്തെ റൈഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. പക്ഷേ അത് സ്ലോ റൈഡിങ് ആയ കാരണം നമുക്ക് കയറാൻ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. പതുക്കെ അത് പോകത്തുള്ളൂ. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചടക്കുമ്പോഴാണ് നമ്മുടെ ക്യാമൽസൊക്കെ റൈഡൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മുഖത്തൊക്കെ ഒരു കൊഞ്ഞനും പാസ്സാക്കി ഞാൻ എൻ്റെ വഴിക്ക് ഞാനും നടന്നു വരുമ്പോൾ ഖത്തറുകളുടെ ഒരു ടെൻറ്റ് കണ്ട്. അതിൽ നിന്നൊരുത്ത് എന്നോട് ചോദിച്ചു, മുതിർ ഇന്ത്യബേഷായി ഓക്കെ വെറുതെ കിട്ടുന്നില്ലെന്ന് വിചാരിച്ചു ഞാനും മേടിച്ചു വന്നു. പക്ഷേ അതിൽ പഞ്ചസാര ഉണ്ടായിരുന്നില്ല. പുറത്ത് നല്ല തണുപ്പായത് കൊണ്ട് തന്നെ വലിച്ചു കുടിച്ചു ഞാൻ വീട്ടിലോട്ട് നടന്നു. അപ്പോൾ വീണ്ടും കാണാം. ബൈ.